നമസ്കാരം. പ്രവാസി മലയാളി ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ജർമ്മനിയിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള വാർത്തയാണ് ഇന്ന് ആദ്യം പറയുന്നത്. സത്യത്തിൽ ജർമ്മനി ഇപ്പോൾ ഭരണ പ്രതിസന്ധിയിലേക്ക് നടന്നെടുക്കുകയാണ്. ചാൻസലർ ഫ്രെഡറിക് മെർസിന്റെ നേതൃത്വത്തിൽ നിർണായക ചർച്ചകൾ വഴി പരിഹരിക്കുമോ എന്നാണ് ജർമ്മൻ ജനത ഉറ്റുനോക്കുന്നത്. ജർമ്മനിയിലെ ഭരണകക്ഷികളായ CDU, CSU, SPD എന്നിവർക്കിടയിലുള്ള ഭിന്നത രൂക്ഷമായിരിക്കുകയാണ്. രാജ്യം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധികൾ പരിഹരിക്കാനായി ചാൻസലർ മെർസിന്റെ നേതൃത്വത്തിൽ ബെർലിനിൽ അടിയന്തര കൊളീഷൻ സമ്മിറ്റ് നടക്കുകയാണ്. എന്നാൽ പ്രധാനപ്പെട്ട പല പരിഷ്കാരങ്ങളിലും പാർട്ടികൾ പരസ്പരം വിട്ടുപോകാതെ നിലയുറപ്പിച്ചിരിക്കുന്നത് സർക്കാരിന്റെ മുന്നോട്ടുള്ള പോക്കിനെ ബാധിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പ്രധാന തർക്ക വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നികുതി പരിഷ്കരണം ആരെ തടയുന്നു എന്നതാണ്. ഉപചാൻസലറും SPD അധ്യക്ഷനുമായ അതേസമയം ധനമന്ത്രിയുമായ ലാർസ് ക്ലിംഗ്ബൈൽ ഉയർന്ന വരുമാനമുള്ളവർക്ക് നികുതി വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. എന്നാൽ ചാൻസലർ മെർസും CSU തലവൻ മാർക്കൂസ് സോഡറും ഇതിനെ ശക്തമായി എതിർക്കുകയാണ്. നികുതി വർദ്ധിപ്പിക്കുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ തകർക്കുമെന്നാണ് യൂണിയൻ പാർട്ടികളുടെ നിലപാട്. അടുത്ത തർക്ക വിഷയം തൊഴിൽ വിപണിയും പെൻഷനുമാണ്. ജോലി സമയത്തെ പറ്റി പറയുമ്പോൾ ജോലി സമയത്തിൽ കൂടുതൽ ഇളവുകൾ വേണമെന്ന്, അതായത് ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ് വേണമെന്ന് യൂണിയൻ ആവശ്യപ്പെടുമ്പോൾ തൊഴിലാളി സംഘടനകളെ കൂട്ടുപിടിച്ച് SPD ഇതിനെ എതിർക്കുകയാണ്. പെൻഷന്റെ കാര്യത്തിൽ പെൻഷൻ മേഖലയിൽ സ്വകാര്യ നിക്ഷേപങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് മെർസ് ആഗ്രഹിക്കുന്നു. എന്നാൽ ഇത് സാധാരണക്കാരെ ബാധിക്കുമെന്ന് പറഞ്ഞ് സോഷ്യൽ മിനിസ്റ്റർ ബാർബൽ ബേസ് തടസ്സവാദം ഉന്നയിക്കുകയാണ്. അടുത്തത് ബജറ്റിലെ കമ്മിയും കടമെടുപ്പുമാണ്. 2027 ബജറ്റിൽ ഏകദേശം 15 ബില്യൺ യൂറോയുടെ കുറവുണ്ട്. ഇത് നികത്താൻ ചെലവ് ചുരുക്കണമെന്ന് യൂണിയനും കൂടുതൽ കടമെടുക്കുന്നതിനായി ഡെറ്റ് ബ്രേക്ക് നിയമത്തിൽ മാറ്റം വരുത്തണമെന്നും SPD വാദിക്കുന്നു. അടുത്തത് പ്രതിരോധവും കാലാവസ്ഥയുമാണ്. നിർബന്ധിത സൈനിക സേവനം എന്ന കാര്യത്തിൽ രാജ്യരക്ഷയ്ക്കായി നിർബന്ധിത സൈനിക സേവനം തിരികെ കൊണ്ടുവരണമെന്ന് യൂണിയൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും SPD ഇതിനോട് യോജിക്കുന്നില്ല. അടുത്തത് കാലാവസ്ഥാ പരിസ്ഥിതിയാണ്. സൗഹൃദമല്ലാത്ത ഔദ്യോഗിക വാഹനങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ നിർത്തലാക്കണമെന്ന് പരിസ്ഥിതി മന്ത്രി കാർസ്റ്റൻ ഷ്നൈഡർ ആവശ്യപ്പെടുമ്പോൾ യൂണിയൻ അവിടെയും തടസ്സം നിൽക്കുകയാണ്. ചുരുക്കത്തിൽ ജർമ്മനിയുടെ സാമ്പത്തിക ഭദ്രതയും തൊഴിൽ മേഖലയും സംരക്ഷിക്കാനുള്ള വലിയ പരിഷ്കാരങ്ങൾ ലക്ഷ്യമിട്ടാണ് ഈ യോഗം ചേരുന്നത്. എന്നാൽ ആരെ ബ്ലോക്ക് ചെയ്യും അല്ലെ ചെയ്യുന്നു എന്ന ചോദ്യത്തിന് മുന്നിൽ ഭരണപക്ഷം ഉത്തരം മുട്ടി നിൽക്കുകയാണ്. ഈ ചർച്ചകൾ പരാജയപ്പെട്ടാൽ ജർമ്മൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായേക്കും എന്ന് തന്നെയാണ് ഞങ്ങളും കരുതുന്നത്. ജർമ്മനിയിലെ വാഹന വ്യവസായം നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ചുള്ള വാർത്തയാണ്. ജർമ്മനിയിൽ എഞ്ചിനുകൾ വിട വാങ്ങുമ്പോൾ മെയ്ഡ് ഇൻ ജർമ്മനി പ്രതിസന്ധിയിലേക്കോ എന്നാണ് വിദഗ്ധർ ഉറ്റുനോക്കുന്നത്. ജർമ്മൻ കരുത്തിന്റെ അടയാളമായിരുന്ന വാഹന വ്യവസായം ഇലക്ട്രിക് കാറുകളുടെ വരവോടെ വലിയൊരു പരീക്ഷണ ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. പതിറ്റാണ്ടുകളായി BMW, മെർസഡസ്, ഫോക്സ് വാഗൻ തുടങ്ങിയ ബ്രാൻഡുകൾ ലോകം കീഴടക്കിയത് അവരുടെ കരുത്തുറ്റ എഞ്ചിനുകളുടെയും മികച്ച ഗിയർ സംവിധാനങ്ങളുടെയും മികവിലായിരുന്നു. എന്നാൽ ഇലക്ട്രിക് വിപ്ലവം ഈ കൂട്ടലുകളെല്ലാം മാറ്റിമറിച്ചിരിക്കുകയാണ്. എഞ്ചിൻ പോയി പകരം സോഫ്റ്റ്വെയറും ബാറ്ററിയുമാണ് തൽസ്ഥാനങ്ങൾ കീഴടക്കുന്നത്. ഇലക്ട്രിക് കാറുകളിൽ ഉപഭോക്താക്കൾ നോക്കുന്നത് പഴയതുപോലെ എഞ്ചിൻ കരുത്തല്ല, പകരം ബാറ്ററി ശേഷി, സോഫ്റ്റ്വെയർ മികവ്, ചാർജിംഗ് വേഗത എന്നിവയ്ക്കാണ് പ്രാധാന്യം. ജർമ്മൻ എഞ്ചിനീയറിംഗിന്റെ പഴയ തന്ത്രങ്ങൾ ഇവിടെ വേണ്ടത്ര ഫലിക്കുന്നില്ലെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ജർമ്മൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക് റിസർച്ചിലെ പ്രൊഫസർ മാർട്ടിൻ ഗോണിംഗ് പറയുന്നത് ഇലക്ട്രിക് യുഗത്തിൽ ജർമ്മൻ നിർമ്മാതാക്കൾ അവരുടെ വിശ്വാസ്യത വീണ്ടും തെളിയിക്കേണ്ടതുണ്ട് എന്നാണ്. അതേസമയം ചൈനയുടെ കടുത്ത മത്സരം ജർമ്മനിയെ കീഴ്പ്പെടുത്തുമോ എന്നും ചോദിക്കുന്നുണ്ട്. കുറഞ്ഞ വേതനം, കുറഞ്ഞ ഊർജ്ജ നിരക്ക്, സർക്കാരിന്റെ വലിയ പിന്തുണ എന്നിവയുള്ള ചൈനീസ് നിർമ്മാതാക്കൾ കുറഞ്ഞ വിലയിൽ മികച്ച ഇലക്ട്രിക് കാറുകൾ വിപണിയിൽ എത്തിക്കുന്നുണ്ട്. ചൈനയോട് വിലയിൽ മത്സരിക്കുക ജർമ്മനിക്ക് അസാധ്യമാണ്. അതിനാൽ ചൈനീസ് കാറുകളെക്കാൾ ഗുണമേന്മയിൽ മുന്നിലെത്തുക മാത്രമാണ് ജർമ്മനിക്ക് മുന്നിലുള്ള ഏക വഴി. ഇനിയും പുതിയ ജർമ്മൻ എഞ്ചിൻ ഏതാണ് എന്ന് ചോദിച്ചാൽ വാഹനങ്ങളുടെ പ്രധാന സാങ്കേതിക വിദ്യയായ ബാറ്ററിയും സോഫ്റ്റ്വെയറും ചൈനയിൽ നിന്ന് വാങ്ങുന്ന രീതി അപകടകരമാണെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. പകരം ബാറ്ററി സാങ്കേതിക വിദ്യ സ്വന്തമായി വികസിപ്പിക്കണം. സോഫ്റ്റ്വെയറിനെ പുതിയ ജർമ്മൻ എഞ്ചിനായി മാറ്റണം. ഇവിടെയാണ് മാറ്റത്തിന്റെ അനിവാര്യത വേണ്ടുന്നത്. പഴയ പെട്രോൾ, ഡീസൽ വാഹനങ്ങളിലേക്ക് തിരിച്ചു പോകുന്നത് ഈ പ്രശ്നത്തിന് പരിഹാരമല്ല. സാങ്കേതിക വളർച്ച കാരണം എന്തായാലും പഴയ എഞ്ചിനുകൾ വിട പറയേണ്ടി വരും. അതിനാൽ കാലത്തിനനുസരിച്ച് മാറുന്ന മെയ്ഡ് ഇൻ ജർമ്മനി എന്ന ബ്രാൻഡിനെ ഇലക്ട്രിക് വിപണിയിൽ പുനർനിർമ്മിക്കുക എന്നതാണ് നിർമ്മാതാക്കൾക്ക് മുന്നിലുള്ള വലിയ വെല്ലുവിളി.
ചുരുക്കത്തിൽ ജർമ്മനിയുടെ പെരുമ ഇനി എഞ്ചിനുകളിലല്ല, മറിച്ച് അത്യാധുനിക ബാറ്ററിയിലും സ്മാർട്ട് സോഫ്റ്റ്വെയറിലുമാണ് തെളിയിക്കേണ്ടത്. ഇലക്ട്രിക് കാർ വിപണിയിൽ ഫോക്സ് വാഗൻ ഇപ്പോൾ ടെസ്ലയേക്കാൾ മുന്നിലാണെങ്കിലും ആഗോള വിപണിയിലെ പോരാട്ടം കടുപ്പമേറിയതാണ്. അതുകൊണ്ട് തന്നെ തൊഴിൽ സാധ്യതകൾ ഒരുപക്ഷെ മങ്ങാനും സാധ്യതയുണ്ട്. എന്നാൽ മിടുക്കന്മാരായ എക്സ്പെർട്ടുകളുടെ ആവശ്യം ജർമ്മനിക്ക് കൂടിയേ തീരൂ. തൊഴിൽ മികവിലും സാങ്കേതിക മികവിലും ബുദ്ധി മികവിലും മികച്ചു നിന്നാൽ ഇനിയും ജർമ്മനിയിൽ ജോലി കിട്ടും എന്നൊരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ നടന്നെടുക്കുന്നത്. ചാൻസലർ ഫ്രെഡറിക് മെർസിന്റെ ജനപ്രീതിയിലുണ്ടായ വൻ ഇടിവ് ജർമ്മനിയിലെ രാഷ്ട്രീയ കേന്ദ്രങ്ങളെ അമ്പരപ്പിക്കുകയാണ്. സർവേ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ മുമ്പെങ്ങുമില്ലാത്ത വിധം വലിയൊരു തകർച്ചയാണ് മെർസിന്റെ റേറ്റിംഗിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്രതീക്ഷിത വീഴ്ചയിൽ ഇത്തരമൊരു ഇടിവ് ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്നാണ് സർവേ വിദഗ്ധർ പോലും അഭിപ്രായപ്പെടുന്നത്. കുറഞ്ഞ കാലയളവിനുള്ളിൽ ഇത്രയും വലിയ ജനപിന്തുണ നഷ്ടപ്പെടുന്നത് അസാധാരണമാണ്. ഇതിന്റെ കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് രാജ്യത്തെ സാമ്പത്തിക മാന്ദ്യവും തൊഴിൽ വിപണിയിലെ തടസ്സങ്ങളും ഭരണകക്ഷികൾക്ക് ഇടയിലെ നിരന്തരമായ തർക്കങ്ങളും ആണ്. ജനങ്ങളിൽ ഇത് വലിയ അതൃപ്തി ഉണ്ടാക്കിയിരിക്കുകയാണെന്ന് വിലയിരുത്തപ്പെടുന്നു. അതുകൊണ്ട് തന്നെ GDP വേദിയിലെ പ്രതിഷേധം കഴിഞ്ഞ ദിവസം തൊഴിലാളി യൂണിയൻ വേദിയിൽ ചാൻസലർക്കെതിരെ ഉണ്ടായ കൂവിവിളികൾ ഈ ജനരോഷത്തിന്റെ പ്രതിഫലനമായി കാണുന്നുണ്ട്. പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ മെർസ് കഷ്ടപ്പെടുമ്പോൾ ഈ സർവേ ഫലങ്ങൾ ഭരണസഖ്യത്തിനുള്ളിലെ സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയാണ്. ചുരുക്കത്തിൽ ചാൻസലർ പദവിയിൽ മാസങ്ങൾ മാത്രം പിന്നിടുമ്പോൾ മെർസ് നേരിടുന്ന ഈ പോപ്പുലാരിറ്റി ക്രാഷ് ജർമ്മൻ രാഷ്ട്രീയത്തിൽ വലിയ അനിശ്ചിതത്വങ്ങൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. എന്നാൽ ജർമ്മനിയിലെ രാഷ്ട്രീയ ചൂടിനെ കുറിച്ചുള്ള മറ്റൊരു റിപ്പോർട്ടാണ് ഇനിയുള്ളത്. ചാൻസലറിനെ കൂവി വിളിച്ച് യൂണിയനുകൾ മുന്നോട്ട് പോകുമ്പോൾ ഇത് ജനാധിപത്യത്തിന് ചേർന്നതോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. ജർമ്മൻ ട്രേഡ് യൂണിയൻ കോൺഫെഡറേഷൻ DGB വേദിയിൽ ചാൻസലർ മെർസിനെതിരെ നടന്ന പ്രതിഷേധങ്ങളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഒരു അതിഥിയായി ക്ഷണിച്ചിട്ട് അദ്ദേഹത്തെ സംസാരിക്കാൻ പോലും അനുവദിക്കാതെ അപമാനിച്ചത് ജർമ്മൻ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. സംഭവത്തിന്റെ പ്രധാന വശങ്ങൾ നോക്കിയാൽ ബഹളത്തിൽ മുങ്ങിയ വേദിയായി മാറി. തൊഴിലാളികൾക്കായി സംസാരിക്കാൻ എത്തിയ ചാൻസലറെ തുടർച്ചയായ ഊവിവിളികളോടെയും പരിഹാസത്തോടെയുമാണ് പ്രതിനിധികൾ സ്വീകരിച്ചത്. സർക്കാരിന്റെ സാമ്പത്തിക പരിഷ്കാരങ്ങളോടുള്ള തങ്ങളുടെ വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ മര്യാദയുടെ അതിർവരമ്പുകൾ ലംഘിച്ചുള്ള പ്രതിഷേധമാണ് അവിടെ നടന്നതെന്നാണ് റിപ്പോർട്ടുകൾ കുറ്റപ്പെടുത്തുന്നത്. ഇത് ആസൂത്രിതമായ നീക്കമാണെന്നും ഇതൊരു സ്വാഭാവിക പ്രതിഷേധം ആയിരുന്നില്ലെന്നും മറിച്ച് മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥ പ്രകാരമുള്ള മോബിംഗ് ആണെന്നും വിമർശനമുണ്ട്. മെർസ് എന്ത് നല്ല കാര്യം പറഞ്ഞെങ്കിലും അവിടെ അത് കേൾക്കാൻ ആരും തയ്യാറായിരുന്നില്ല എന്നതാണ് വസ്തുത. വിശ്വാസ്യത നഷ്ടപ്പെടുന്ന സ്ഥിതിയിലേക്ക് മാറിയെന്നാണ് DGBയുടെ ആരോപണം. യൂണിയൻ അധ്യക്ഷയ്ക്കെതിരെയും കടുത്ത വിമർശനം ഉയരുന്നുണ്ട്. ഇത്തരം അസഹിഷ്ണുതയെ പ്രോത്സാഹിപ്പിക്കുന്നത് വഴി ഒരു ചർച്ച പങ്കാളി എന്ന നിലയിലുള്ള യൂണിയന്റെ വിശ്വാസ്യത അവർ തകർക്കുകയാണെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. പ്രതിഷേധം ജനാധിപത്യത്തിന്റെ ഭാഗമാണെങ്കിലും അതിഥിയെ അപമാനിക്കുന്നത് ശരിയല്ലെന്നുള്ള നിലപാടാണ് ഇവിടെ ഉയരുന്നത്. എന്നാൽ രാജ്യം പ്രതിസന്ധിയിലേക്കോ എന്നുള്ള ചർച്ചകളും ചൂടായി വരുന്നുണ്ട്. രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ജർമ്മനി കടന്നു പോകുന്നത്. ജോലി നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാനും സാമൂഹിക വ്യവസ്ഥ സംരക്ഷിക്കാനും കടുത്ത പരിഷ്കാരങ്ങൾ ആവശ്യമാണ്. ഈ ഘട്ടത്തിൽ പരസ്പരം കേൾക്കാൻ പോലും തയ്യാറാകാത്ത ഇത്തരം നിലപാടുകൾ രാജ്യത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ചുരുക്കത്തിൽ തൊഴിലാളി സംഘടനകൾക്ക് വേണ്ടി പോരാടുന്നത് നല്ലതാണ്, പക്ഷേ ഇത് മാന്യതയുടെ അതിരുകൾ ലംഘിച്ചുകൊണ്ട് ആകരുത്. ചാൻസലറെ വേദിയിൽ അപമാനിച്ചത് മര്യാദകേട് ആണെന്നാണ് പല കോണുകളിൽ നിന്നുള്ള ആരോപണം. കൊളോൺ ആസ്ഥാനമായുള്ള സീറോ മലബാർ റീത്ത് കമ്മ്യൂണിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആണ്ടുതോറും നടത്തുന്ന കേവലാർ തീർത്ഥാടനം സ്വർഗാരോഹണ ദിനമായ മെയ് 14 വ്യാഴാഴ്ച നടക്കും. മധ്യ ജർമ്മനിയിലെ പ്രസിദ്ധമായ മരിയൻ തീർത്ഥാടന കേന്ദ്രമാണ് കേവലാർ. രാവിലെ 10:30 പള്ളിയങ്കണത്തിലെ ഫോറം പാക്സ് ക്രിസ്റ്റിയിൽ ജപമാല പ്രാർത്ഥനയോടുകൂടി കർമ്മങ്ങൾ ആരംഭിക്കും. തുടർന്ന് 11 മണിക്ക് ആഘോഷമായ ദിവ്യബലിയും പ്രാർത്ഥന ആരാധനകളും നടക്കും. ഫാദർ സിജോ തയ്യാലയ്ക്കൽ CMI മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഉച്ചഭക്ഷണത്തോടുകൂടി പരിപാടികൾ സമാപിക്കും. SMIM കൊളോൺ റീജിയന്റെ നേതൃത്വത്തിലാണ് പരിപാടികൾ നടക്കുന്നത്. UK-യിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിയെ തുടർന്ന് ലേബർ പാർട്ടിക്കുള്ളിൽ കലാപം രൂക്ഷമാകുമ്പോഴും പദവിയിൽ ഉറച്ചു നിൽക്കുമെന്ന് പ്രഖ്യാപിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ ചൊവ്വാഴ്ച നടന്ന നിർണായക ക്യാബിനറ്റ് യോഗത്തിൽ താൻ രാജിവെക്കില്ലെന്നും ഭരണം തുടരാനാണ് ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം സഹപ്രവർത്തകരെ അറിയിച്ചു. തന്നെ പുറത്താക്കാൻ ആവശ്യമായ പിന്തുണ, അതായത് 20% MP-മാർ ആർക്കും ലഭിച്ചിട്ടില്ലെന്നും സ്റ്റാർമർ ചൂണ്ടിക്കാട്ടി. ഒരു നേതൃമാറ്റത്തിന് പാർട്ടി തയ്യാറെടുത്തിട്ടില്ലെന്നും അതിനാൽ ഭരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിനിടെ ജൂനിയർ ഹൌസിംഗ് മിനിസ്റ്ററായ മിയാറ്റ ഫാൻബുള്ളെ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു. സ്റ്റാമറുടെ നേതൃത്വത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നും പുതിയൊരു ടീം വരണമെന്നും ആവശ്യപ്പെട്ടാണ് രാജി. എന്നാൽ രാഷ്ട്രീയ അസ്ഥിരത രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുമെന്നും അതിനാൽ ഭിന്നതകൾ മാറ്റിവെച്ച് മുന്നോട്ട് പോകണമെന്നും സ്റ്റാമർ ക്യാബിനറ്റ് അംഗങ്ങളോട് ആവശ്യപ്പെട്ടു.
SMYMന്റെ നേതൃത്വത്തിൽ മാൾട്ടയിൽ സംഘടിപ്പിക്കുന്ന മ്യൂസിക്കൽ റിട്രീറ്റ് പ്രോഗ്രാം അവയ്ക്ക് മെയ് 15 മുതൽ 17 വരെ നടക്കും. നഷാർ ചർച്ച് പാരിഷ് ഹാളിൽ നടത്തുന്ന സംഗീത വിരുന്നിന് യൂറോപ്പിലെ യുവജന അപ്പസ്തോലിക് ഡയറക്ടറും വചന പ്രഘോഷകനും ഗായകനുമായ ഫാദർ ബിനോദ് മുളവരിക്കൽ നേതൃത്വം നൽകും. 15 നടക്കുന്ന പരിപാടികൾ ഉദ്ഘാടനം യൂറോപ്പിലെ ചെറോ മലബാർ സഭയുടെ അപ്പസ്തോലിക് വിസിറ്റേറ്റർമാർ സ്റ്റീഫൻ ചെറുപ്പണത്ത് നിർവഹിക്കും. വികാരി ഫാദർ മാത്യു വാരുവേലിൽ, മാൾട്ട യൂത്ത് കോർഡിനേറ്റർ ആൽബർട്ട് ഡബാനോ എന്നിവർ സംബന്ധിക്കും. 15 വൈകുന്നേരം 7 മുതൽ 10 വരെയും 16, 17 തീയതികളിൽ ഉച്ചകഴിഞ്ഞ് 3 മുതൽ രാത്രി 10 വരെയുമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രിയെ കണ്ടെത്തുന്നതിനായി കോൺഗ്രസ് ഹൈക്കമാൻഡ് ചർച്ചകൾ തുടരുകയാണ്. KPCC മുൻ അധ്യക്ഷന്മാരെയും മുതിർന്ന നേതാക്കളെയും വർക്കിംഗ് പ്രസിഡന്റുമാരെയും കണ്ട രാഹുൽ ഗാന്ധി നിലവിലെ സാഹചര്യം വിലയിരുത്തി. ബുധനാഴ്ചയും നിർണായക ചർച്ചകൾ നടക്കുമെന്നും പ്രഖ്യാപനം അതിനുശേഷം മാത്രമായിരിക്കുമെന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയുമായുള്ള കൂടിക്കാഴ്ചയും നടന്നില്ല. ബുധനാഴ്ച രാവിലെ രാഹുൽ ഖാർഗെയെ കാണാനാണ് ഇരിക്കുന്നത്. നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ രാഹുൽ ഖാർഗെയെ ധരിപ്പിക്കുമെന്നാണ് അറിയുന്നത്. ഇരുവരും ചർച്ച നടത്തിയ ശേഷം സോണിയാഗാന്ധിയുടെ കൂടി അഭിപ്രായം പരിഗണിച്ചായിരിക്കും പ്രഖ്യാപനം. ചൊവ്വാഴ്ച രാത്രിയോടെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചേക്കുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത് അസ്ഥാനത്തായി. അതേസമയം തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം നടൻ വിജയ് എടുത്ത നിർണായക തീരുമാനം ഏവരെയും അമ്പരപ്പിച്ചു. മുഖ്യമന്ത്രി വിജയുടെ ആദ്യ വൻ തീരുമാനം 717 മദ്യഷാപ്പുകൾ പൂട്ടാൻ ഉത്തരവായിരുന്നു. ആദ്യത്തെ പ്രധാന ജനക്ഷേമ തീരുമാനമായി ഇത് കണക്കാക്കപ്പെടുന്നു. സംസ്ഥാനത്തെ മദ്യവിൽപ്പന നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി 717 സർക്കാർ മദ്യഷാപ്പുകൾ ഉടനടി പൂട്ടാനാണ് അദ്ദേഹം ഉത്തരവിട്ടത്. സ്കൂളുകൾ, കോളേജുകൾ, ആരാധനാലയങ്ങൾ എന്നിവയ്ക്ക് സമീപം പ്രവർത്തിക്കുന്ന മദ്യഷാപ്പുകളാണ് ആദ്യഘട്ടത്തിൽ പൂട്ടുന്നത്. വിജയുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായ മദ്യ നിയന്ത്രണം നടപ്പിലാക്കുന്നതിൽ വിജയ് ഉറച്ചു നിൽക്കുന്നു എന്നതിന്റെ സൂചനയാണ് ഇത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓണർക്ക് സന്ദർശിക്കാൻ. നന്ദി, നമസ്കാരം.